എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ള കാരണം ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു വാർത്തയാണ്. 3 പെൺകുട്ടികൾ, അതായത് 12, 14, 16 വയസ്സുള്ള 3 പെൺകുട്ടികൾ അവർ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണമാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. കാരണം അവർ കൊറിയൻ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അഡിക്റ്റ് ആയപ്പോൾ അവരുടെ പാരൻസ് അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ചു വെച്ചു, കളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ വിഷമത്തിലാണ് അവർ അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യക്ക് അവർ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ആ ഗെയിമുകളാണ്. അത് നിഷേധിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ജീവനില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യത്തിനൊക്കെ എതിരായിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും മറ്റു പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കുട്ടികൾ ഇങ്ങനെ അഡിക്റ്റായി പോകുന്ന ഗെയിമുകളിൽ നിന്ന് അവരെ മാറ്റാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പാരൻസിന് ഒരുപാട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇനി വരുന്നത്, ഇപ്പോൾ ഈ മാർച്ചും കൂടെ കഴിഞ്ഞാൽ വരുന്നത് ഒരു വേനലവധിക്കാലമാണ്. ആ അവധിക്കാലത്ത് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും തിരക്കുകൾ കാരണം പുറത്ത് പോകുമ്പോഴോ മറ്റോ കുട്ടികളെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഈ ഫോൺ എടുത്ത് അവരെ കൊടുക്കും. നിങ്ങൾ കുറച്ച് നേരം അതിൽ നിന്ന് കളിച്ചോളാൻ പറഞ്ഞുണ്ട്. ആ കുറച്ച് നേരം എടുത്ത് കൊടുക്കുന്ന ആ ഫോണിൽ ഉപയോഗിച്ച് അവർ പതുക്കെ ഗെയിമുകളിലേക്ക് വരും. ഈ കൊറിയൻ ഗെയിമുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കളർഫുൾ ആണത്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് വളരെ കളർഫുൾ ആണ്. അത് മാത്രമല്ല, അതിൻ്റെ ഭാഷ നമുക്കറിയില്ലെങ്കിൽ പോലും അതിൻ്റെ മ്യൂസിക്കൊക്കെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നതാണ്. ആ രീതിയിലാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ആയിക്കോട്ടെ, ഗെയിമുകളായിക്കോട്ടെ, അത്തരത്തിൽ കാണുമ്പോൾ കുട്ടികൾ അവർ ഫാൻറ്റസിയുടെ ലോകത്തേക്ക് പോകും. അവിടെ അവർ ഓരോരോ ടാസ്കുകൾ കൊടുക്കും. ഗെയിമുകളിലാണെങ്കിൽ ആദ്യം ഒരു ചെറിയൊരു ടാസ്ക് കാര്യം കൊടുക്കുക, അത് അവരും ജയിക്കും. രണ്ടാമത് അടുത്ത ടാസ്ക് കൊടുക്കും. അങ്ങനെ ജയിച്ച് പിന്നെ അവൻ അത് തന്നെയായിരിക്കും അവൻ്റെ ജീവിതം. ഊണുണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. രാത്രികളിൽ നമ്മളറിയാതെ അവരവരുടെ മുറികളിൽ ആ ഗെയിമുകൾ കളിച്ചുകൊണ്ടേയിരിക്കും. അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ദുർബലരാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒന്നിനെയും എന്തൊരു പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഇല്ലാതായി തീരും. ഈ ഗെയിമുകളുടെ ലോകത്ത് അവർ തോറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ളത് വളരെ വലുതായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. അതെങ്ങനെ, എന്ത് ചെയ്യാം എന്നുള്ളതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ രീതിയിൽ ഈ ഒരു പുസ്തകവും പേന എടുത്ത് കൊടുക്കുക, പേപ്പറുകൾ എടുത്ത് കൊടുക്കുക, ക്രയോൺസ് എടുത്ത് കൊടുക്കുക, ബോളുകൾ കൊടുക്കുക, ബാറ്റുകൾ കൊടുക്കുക. ചിലപ്പോൾ 1-2 പ്രാവശ്യം ദിവസം അവരത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും 4ാമത്തെ പ്രാവശ്യമെങ്കിലും അവർ ഉപയോഗിക്കും. 3-4 പ്രാവശ്യങ്ങൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ അവരതിലൊരു പടം വരയ്ക്കാൻ തുടങ്ങും, ഒരു കവിത എഴുതാൻ തുടങ്ങും, കഥ എഴുതാൻ തുടങ്ങും. അതിനുള്ള മാർഗങ്ങളും നമ്മൾ പാരൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്കിതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊരു നോവൽ, ഇപ്പം എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവൽ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ഒരു 3-4 പേജ് വായിച്ച് തീർക്കാനായിട്ട് നമുക്ക് കുറച്ച്